ഒരു റെഡിറ്റ് ഉപഭോക്താവ് തൻ്റെ വ്യക്തിപരമായ അനുഭവം അടുത്തിടെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം 8 വർഷം അമേരിക്കയിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. അതിൽ 6 വർഷം H1B വിസയിലായിരുന്നു. പിന്നീട് അദ്ദേഹം കാനഡയിലേക്ക് മാറി. ഈ വ്യക്തി ഒരു ചൈനീസ് പൗരനാണ്. ബേ ഏരിയയിലെ ഒരു ഫാങ് കമ്പനിയിൽ സീനിയർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് EB2 ഗ്രീൻ കാർഡിനായുള്ള അപേക്ഷയുടെ മുൻഗണനാ തീയതി 1 വർഷത്തിൽ താഴെയായിരുന്നു. അതായത് ഗ്രീൻ കാർഡ് ലഭിക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. നല്ല ശമ്പളമുള്ള ജോലിയും സ്ഥിരതാമസത്തിന് വളരെ അടുത്തായിട്ടും അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ടൊറന്റോയിലേക്ക് മാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമേറിയ തീരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ജോലി വളരെ നല്ലതായിരുന്നു, നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. എൻ്റെ EB2 മുൻഗണനാ തീയതി 1 വർഷത്തിൽ താഴെയായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ 1 മുതൽ 3 വർഷത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് ലഭിക്കുമായിരുന്നു. ഇത്രയും നല്ലൊരു ജോലി ഉപേക്ഷിച്ച് ഗ്രീൻ കാർഡിന് ഇത്രയും അടുത്തെത്തിയിട്ടും അത് വേണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കുടുംബങ്ങളും ഞാൻ ഭ്രാന്തനാണെന്ന് കരുതി. എന്നാൽ ഞാൻ പൂർണ്ണമായും തളർന്നിരുന്നു. എൻ്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്പുറം എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ സാഹചര്യം കാരണം ഗ്രീൻ കാർഡ് പ്രക്രിയയെ അപകടത്തിലാക്കാതെ എനിക്ക് ജോലി മാറ്റാനോ റോൾ മാറ്റാനോ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം റെഡിറ്റിൽ കുറിച്ചത്. കാനഡയിലെ സ്ഥിരതാമസം അദ്ദേഹത്തിന് വലിയ സ്വാതന്ത്ര്യം വ്യക്തിപരമായ വളർച്ചയും നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ടൊറന്റോയിലേക്ക് മാറിയതിന് ശേഷം 3 മാസത്തിനുള്ളിൽ എൻ്റെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെട്ടു. H1B വിസയിൽ ഞാൻ എത്രമാത്രം സമ്മർദ്ദം ചുമക്കുന്നുണ്ടായിരുന്നുവെന്ന് അത് ഇല്ലാതാകുന്നതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾ വീണ്ടും കണ്ടെത്താനുള്ള അവസരങ്ങൾ എന്നിവ പ്രധാന നേട്ടങ്ങളായി ഈ എഞ്ചിനീയർ എടുത്തു പറയുകയാണ്. തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭാവിയിലെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം തൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കനേഡിയൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ TN വിസയിൽ അമേരിക്കയിലേക്ക് തിരികെ പോകാൻ ഇപ്പോഴും അവസരമുണ്ട്. TN വിസ H1Bയേക്കാൾ വളരെ മികച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാനഡയിൽ അമേരിക്കയെ അപേക്ഷിച്ച് ശമ്പളം കുറവാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ തൻ്റെ തീരുമാനം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ലെന്നും ജീവിതം തിരിച്ചുപിടിക്കാനും വ്യക്തിപരമായ വളർച്ച നേടാനുമായിരുന്നു എന്നും അദ്ദേഹം ഊന്നി പറയുകയാണ്. ഈ റെഡിറ്റ് പോസ്റ്റ് US-ഉമായി പ്രത്യേക വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങൾ, അതായത് റോ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള H1B വിസക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള സമയത്തിലെ വലിയ വ്യത്യാസങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. റോ അല്ലാത്ത H1B യാത്ര ശരിക്കും കഠിനമാണ്. ഒരു യൂറോപ്യൻ സഹപ്രവർത്തകൻ തൻ്റെ കൂടെ തന്നെ ഗ്രീൻ കാർഡ് പ്രക്രിയ ആരംഭിച്ചിട്ടും വർഷങ്ങൾക്ക് മുൻപ് അത് ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പരമ്പരാഗത H1B വഴിക്കപ്പുറം സംതൃപ്തമായ ഒരു കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ മറ്റു വഴികളുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.